പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് പ്രതിപക്ഷ നേതാവ് നിയമം കയ്യിലെടുക്കാൻ ആഹ്വാനം ചെയ്തുവെന്ന് മന്ത്രിമാരും ഇപ്പോൾ LDF കൺവീനറും പറയുമ്പോൾ ഇത് ആദ്യം ചെയ്തത് മുഖ്യമന്ത്രിയാണ്. കല്യാശ്ശേരിയിൽ എരിപുരത്ത് നടന്ന ആക്രമണത്തെ തുടർന്ന് മുഖ്യമന്ത്രി നടത്തിയ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട്, മാതൃകാപരമായ രക്ഷാപ്രവർത്തനം, ഇനിയും ഇത് തുടരണം. എന്ത് തുടരണം? പൂച്ചട്ടി വെച്ച് ഹെൽമറ്റ് വെച്ച് ഈ പ്രതിഷേധിക്കുന്ന ചെറുപ്പക്കാരുടെ തലയിടിച്ച് പൊളിക്കണമെന്ന് ആദ്യം പറഞ്ഞത് മുഖ്യമന്ത്രിയല്ലേ? ഇന്നാ മുഖ്യമന്ത്രി പറഞ്ഞതിന് 32ാമത്തെ ദിവസമല്ലേ പ്രതിപക്ഷ നേതാവ് മറുപടി കൊടുത്തത്? അല്ല, ഈ പറഞ്ഞ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസും പിന്നെ അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരും പല തവണകളായി ഇതിനെ ആക്രമിക്കാനുള്ള വലിയൊരു പ്രതിഷേധം ഇവിടെ നടക്കുന്നുണ്ട്. മനസ്സിലാക്കേണ്ട, അവിടെ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? ബസ്സിന് മുമ്പിലേക്ക് ചാടിയവരെ രക്ഷപ്പെടുത്തുന്ന നിലയിലാണ് ഉണ്ടായിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ അതാണ് സംഭവിച്ചത്. പിന്നീട് എനിക്ക് തോന്നുന്നു, പിന്നീട് അതിനുശേഷം കരിങ്കൊടിയുമായി പിന്നെ അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടി തയ്യാറായി യൂത്ത് കോൺഗ്രസ്സുകാർ വന്നു. അതാണ് പിന്നീട് തലക്കടിച്ചതോ? അത് സംഭവിച്ചെന്താ? അവിടെ നടക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടായ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ തള്ളിന്റെ ഭാഗമായി ഉണ്ടായതാണ്. ഈ നിലയിൽ അവിടെ തള്ളി മാറ്റി അതിന് നമുക്ക് കാണുമ്പോൾ അറിയാം യഥാർത്ഥത്തിൽ തള്ളി മാറ്റുകയാണ്. തള്ളി മാറ്റുന്ന സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാരും അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരുമായി DYFI തന്നെയാണ് എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. നവകേരള സദസ്സിനകത്തേക്ക് വരുന്നത് സാധാരണപ്പെട്ടവരാണ്, ജനങ്ങളാണ്. അവിടെ ഒരുപാട് വോളണ്ടിയർമാരുണ്ട്. നവകേരള സദസ്സിന്റെ ഭാഗമായിട്ടുള്ള വോളണ്ടിയർമാരാണ്. അതെ, വോളണ്ടിയർമാരാണ്. ആ വോളണ്ടിയർമാർ അവിടെ അപ്പോഴുണ്ടായിരുന്ന രംഗത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ബസ്സിന് മുമ്പിൽ ചാടിയാൽ ഇന്ന് നമ്മൾ നടത്തുന്ന ചർച്ച അതായിരിക്കും. സ്വാഭാവികം ആ ചർച്ച ഉണ്ടാകരുത്. കേരളത്തിനകത്ത് നവകേരള സദസ്സ് തുടങ്ങി ബസ് ഇടിച്ച ഒരാൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതുണ്ടാകാതിരിക്കാൻ അവിടെ വന്നിട്ടുള്ള വോളണ്ടിയേഴ്സ് തള്ളിമാറ്റുന്ന പരസ്പരം ഒരു മനുഷ്യൻ കരിങ്കൊടിയുമായിട്ട് അല്ല, അത്തരം കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. പുറത്തുനിന്ന് പോയി അത്തരം കാര്യങ്ങളെയൊക്കെ ജോബിന്റെ വീട് തല്ലിപ്പൊളിക്കുന്നത് എന്ത് ലക്ഷം? അല്ല, ഈ പറഞ്ഞ വികലാംഗന ചവിട്ടിയ വിഷയം നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ അത്തരം കാര്യങ്ങളൊന്നും ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ ചവിട്ടി ഉദ്യോഗസ്ഥനെതിരെ നടപടി അല്ലെങ്കിൽ ചവിട്ടി നടപടി അല്ല, അത്തരം കാര്യങ്ങളൊക്കെ അത് ആരാണെന്ന് പരിശോധിച്ച് ഞങ്ങൾ അത്തരം കാര്യങ്ങളെ പ്രവർത്തകരെ മർദ്ദിച്ച അനിലിനെതിരെയും ഒപ്പം സന്ദീപിനെതിരെയും നിങ്ങൾ നടപടിയെടുത്തോ? അല്ല, ഞങ്ങളിവിടെ അത് ആരാണെന്ന് കൃത്യമായി പരിശോധിച്ചതിന് ശേഷം നടപടി എടുക്കേണ്ട വിഷയമാണെങ്കിൽ നടപടി എടുക്കും. അത് ഞങ്ങൾ ആ നിലയിലേക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. അത് അങ്ങനെ തന്നെ കാണുന്നുള്ളൂ. ഇന്ന് നടന്ന അതാണോ? ഇന്ന് നടന്നിട്ടുള്ള പെൺകുട്ടിയെ മോളെ നീ വിഷമിക്കേണ്ട, കരയേണ്ടെന്ന് പറഞ്ഞ ഇത് പ്രതിപക്ഷ നേതാവിന്റെ ഭാഷയിൽ പറഞ്ഞ ഫീഡിംഗ് നോട്ടിലൂടെ കൊടുത്താ കൊണ്ടുപോകൊണ്ടിരുന്നത്. അല്ല, അത് നമുക്ക് ആക്ഷേപിക്കാൻ ശരീരത്തിൽ വസ്ത്രമടക്കം വനിതാ പോലീസുകാർ വലിച്ചു കീറുന്നതുണ്ടായി. അല്ല, അത് വനിതാ പോലീസുമായിട്ടുള്ള പിടിവലി നടക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു സമരത്തിലേക്ക് മുന്നോട്ട് വരുന്ന ആളുകൾ ഇവിടെ വന്ന് പൂമാലയും അല്ലെങ്കിൽ ലഡു വിതരണവും നടത്തി പോകാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ പോലീസ് സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന അല്ലല്ലോ. അപ്പൊ സമരമായി അവർ മുന്നോട്ട് വരുമ്പോൾ അതിന്റേതായ രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇവിടെ സംഭവിച്ചു അത് തന്നെയാണല്ലോ. വനിതാ പോലീസാണ് അവിടെ യഥാർത്ഥത്തിൽ ആ വനിതയുടെ അങ്ങോട്ട് പിടിച്ചു മാറ്റുന്ന സ്ഥിതി ഉണ്ടായത്. പിടിച്ചു മാറ്റുന്ന സ്ഥിതി എന്താണ്? ബസ്സിന്റെ മുമ്പിൽ ചാടുകയാണ്. അവിടെ നിന്നും പ്രതികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ബസ്സിന്റെ മുമ്പിലേക്ക് ഈ വനിത എടുത്തു ചാടുന്ന സ്ഥിതി ഉണ്ടായി. സ്വാഭാവികമായി പിടിച്ചു മാറ്റണ്ടേ? അങ്ങനെ വനിതാ പോലീസ് പിടിച്ചു മാറ്റുന്നു. അതിനിടയിൽ എന്ത് ചെയ്തു? വസ്ത്രം കീറുന്ന സ്ഥിതി ഉണ്ടായി. ഇതൊക്കെ ഈ സമരത്തിനകത്തുള്ള